ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. മാസം 80,000 രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. പ്രധാന വാർത്തകൾ. ഷൊർണൂർ നഗരസഭ കൗൺസിൽ യോഗം ബഹളത്തിൽ പിരിഞ്ഞു. വാക്കുതർക്കമുണ്ടായത് കുളപ്പുള്ളി തൃപ്പുറ്റ അറവുശാല മാലിന്യ വിഷയത്തിൽ. തൃപ്പുറ്റ പാടത്ത് തള്ളിയ മാലിന്യങ്ങൾ നഗരസഭാ സെക്രട്ടറിയുടെ മുറിയിലെത്തിച്ച BJP നടപടിയെ ചോദ്യം ചെയ്ത് നഗരസഭാ ചെയർമാൻ. നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരായ പ്രതിഷേധമെന്ന് BJP കൗൺസിലർമാർ. ബഹളത്തെ തുടർന്ന് മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യാനായില്ല. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടത്തിൽ നിന്ന് ഒഴിയാൻ ആവശ്യപ്പെട്ട് വ്യാപാരികൾക്ക് നഗരസഭയുടെ നോട്ടീസ്. നടപടി തകർച്ചാ ഭീഷണി നേരിടുന്ന കെട്ടിടം പൊളിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിന് പിറകെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതോടെ നഗര ചത്വരം പദ്ധതിയിലേക്ക് കടക്കുമെന്ന് നഗരസഭാ അധികൃതർ. റെയിൽവേ സുരക്ഷാവേലി വഴിമുടക്കുമെന്ന ആശങ്കയിൽ വാണിയംകുളം ചോറോട്ടൂർ വെള്ളിയാട് പ്രദേശത്തെ കുടുംബങ്ങൾ. റെയിൽവേ ഉന്നതാധികാരികൾക്ക് നാട്ടുകാർ നിവേദനം നൽകി. യാത്രാ പ്രതിസന്ധിക്ക് പുറമെ പ്രദേശത്തെ കൃഷിക്കും സുരക്ഷാവേലി തിരിച്ചടിയാകും. പാലക്കാട് കൽമണ്ഡപം പ്രതിഭാനഗർ കോളനിയിലെ 3 വീടുകളിൽ നിന്ന് 8 ലക്ഷത്തോളം രൂപ കവർന്ന കേസിൽ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കസബ പോലീസ് സ്ഥലത്തെത്തിച്ചത് കുപ്രസിദ്ധ മോഷ്ടാവ് തെലങ്കാന സ്വദേശി മണിമാരനെ. തെളിവെടുപ്പിനിടെ പോലീസിന്റെ തോക്ക് തട്ടിയെടുക്കാൻ പ്രതിയുടെ ശ്രമം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ട്രെയിനിൽ 3.5 കിലോയിലേറെ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പരിശോധന കണ്ട് പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാകാമെന്ന് റെയിൽവേ പോലീസ്. വാർത്തകൾ വിശദമായി. കുളപ്പള്ളി തൃപ്പുറ്റക്കാവ് ക്ഷേത്ര പരിസരത്ത് അറവു മാലിന്യം തള്ളിയ വിഷയത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിൽ ഷൊർണൂർ നഗരസഭാ കൗൺസിൽ യോഗം ബഹളത്തിൽ പിരിഞ്ഞു. തൃപ്പുറ്റ പാടത്ത് തള്ളിയ മാലിന്യം BJP പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിൽ കൊണ്ടുവന്നതാണ് ബഹളത്തിന് ഇടയാക്കിയത്. കോൺഗ്രസ് കൗൺസിലർ TK ബഷീറാണ് വിഷയം ആദ്യം കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത്. പിന്നീട് കൗൺസിലർ K കൃഷ്ണകുമാറും ഇതേ വിഷയം ഉന്നയിച്ചു. കോൺഗ്രസ് വിട്ട് CPMലെത്തിയ ഷൊർണൂർ വിജയനും വിഷയം ഉന്നയിച്ചതോടെ കൗൺസിൽ യോഗം ബഹളത്തിലേക്ക് നീങ്ങി. അങ്ങനെ അവിടെ വെച്ച സാധനം അവിടെ വെച്ച് കയക്കോട്ട് എടുക്കാൻ പോയതാണ്. അങ്ങനൊന്നുമില്ല. കയക്കോട്ട് കൊണ്ടുവന്ന് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കും. ജനപ്രതിനിധികൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്തത് ശരിയായില്ലെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് കുറ്റപ്പെടുത്തി. നഗരസഭ മാലിന്യം നീക്കം ചെയ്യാൻ ശുചീകരണ തൊഴിലാളികളെ പ്രദേശത്തേക്ക് പറഞ്ഞയച്ചെങ്കിലും അവരുടെ പണി തടസ്സപ്പെടുത്തിയാണ് മാലിന്യം നഗരസഭയിലേക്ക് എത്തിച്ചത്. ഇത് ശരിയായ രീതിയായില്ലെന്നും ചെയർമാൻ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് പിന്നീട് ഇങ്ങനത്തെ ചില നടപടിക്രമങ്ങളില്ല. അതൊന്നും ഒട്ടും ഭൂഷണമല്ല. അത് ഞാനെന്താ വെച്ചാൽ ആദ്യം തന്നെ CCM ശരിയായില്ല എന്നാണ് CCMനോട് പറഞ്ഞതാണ്. അവിടെ കണ്ടിജന്റ് ജീവനക്കാരെ തടഞ്ഞപ്പോൾ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ CCM പറഞ്ഞു അത്ര ഒരു പ്രശ്നപ്പ വേണ്ട, ഒരു ഇതിൽ നിൽക്കണ്ടല്ലോ വെച്ചിട്ടാണ്. പക്ഷെ അപ്പം തന്നെ പോലീസിനെ വിളിച്ചാൽ ഈ പ്രശ്നപ്പം അവിടെ തീരും. അത് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി മേലാൽ അത്തരം നടപടികളിൽ കർശനമായിട്ടുള്ള നിലപാട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിക്കൊള്ളണം. അതുപോലെ തന്നെ നമുക്ക് ഇതിടുന്ന ആളുകളെ കണ്ടെത്താൻ
നാട്ടിലെല്ലാവരുടെയും കൂടി സഹായം ഉണ്ടാവണം. ആരായാലും ഈ സാമൂഹ്യ ദ്രോഹികളെ നമ്മൾ ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ സാധിക്കില്ല. എന്നാൽ തള്ളിയ മാലിന്യങ്ങൾ നഗരസഭ നീക്കം ചെയ്യാൻ വൈകിയതിനെ തുടർന്നാണ് മാലിന്യവുമായി നഗരസഭയിൽ എത്തിയതെന്നാണ് BJP കൗൺസിലർമാരുടെ വിശദീകരണം. കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്തത് ശരിയായില്ലെന്ന് സെക്രട്ടറിയും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയാണ് BJP ഇത്തരം പ്രവൃത്തികൾ ചെയ്തതെന്ന് CPM കൗൺസിലർമാരും പറഞ്ഞു. എനിക്ക് ഇത്രയും പറയാമെന്ന് ഇതിനകത്ത് ബഹുമാനപ്പെട്ട കൗൺസിലംഗങ്ങൾ ഞാൻ അവയോഗമെന്ന് പറഞ്ഞത് ക്ഷണിക്കണമെന്നും പറയും. അജണ്ടകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ മാലിന്യ വിഷയം കൗൺസിലിൽ ഉയർന്നത് കൗൺസിൽ യോഗം പകുതിയിൽ പിരിയുന്നതിന് കാരണമായി. മറ്റ് സുപ്രധാന വിഷയങ്ങളൊന്നും യോഗത്തിൽ ചർച്ച ചെയ്യാനായില്ല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച പാലക്കാട് മണ്ണൂർ സ്വദേശികളുടെ മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് VK ശ്രീകണ്ഠൻ MP കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് കത്ത് നൽകി. അപകടത്തിൽ മരണമടഞ്ഞ മണ്ണൂർ കാഞ്ഞിരമ്പാറ ഋഷി വില്ല പുത്തൻപുരയിൽ റിയ ആൻ റോഡ്രിഗസ്, മകൾ ടൈറ റോഡ്രിഗസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നൈറോബി ആശുപത്രി മോർച്ചറിയിലാണ്. അപകടത്തിൽ പരിക്കേറ്റ ഭർത്താവ് ജോയൽ കോൺവേ ജോസഫ്, മകൻ ട്രാവിസ് നോയൽ റോഡ്രിഗസ് എന്നിവർക്ക് എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാക്കണമെന്നും MP കത്തിൽ ആവശ്യപ്പെട്ടു. പാലക്കാട് കൽമണ്ഡപം പ്രതിഭാനഗർ കോളനിയിൽ 3 വീടുകളിൽ നിന്നായി 7,80,000 രൂപ കവർന്ന കേസിലെ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. സംസ്ഥാനാനന്തര മോഷ്ടാവ് തെലങ്കാന സ്വദേശി മണിമാരനെയാണ് സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവുകൾ ശേഖരിച്ചത്. പാലക്കാട് കൽമണ്ഡപം പ്രതിഭാനഗർ കോളനിയിൽ പൂട്ടിയിട്ട 3 വീടുകൾ കുത്തിത്തുറന്ന് 7,80,000 രൂപ കവർന്ന കേസിലെ പ്രതിയും സംസ്ഥാനാനന്തര മോഷ്ടാവുമായ തെലങ്കാന സ്വദേശി മണിമാരൻ എന്ന സെട്ടിമണിയെയാണ് പോലീസ് തെളിവെടുപ്പിനെത്തിച്ചത്. കേസുകളിലകപ്പെട്ട് കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന സെട്ടിമണിയെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് കസബ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിനെത്തിച്ചത്. ഇന്ന് രാവിലെയാണ് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ സെട്ടിമണിയെ വൻ സുരക്ഷയോടുകൂടി കൽമണ്ഡപത്തെ മോഷണം നടന്ന വീടുകളിൽ തെളിവെടുപ്പിനായി എത്തിച്ചത്. ഇതിനിടയിലും പോലീസിന്റെ തോക്ക് തട്ടിയെടുക്കാനുള്ള ശ്രമം പ്രതി നടത്തി. തത്സമയം പോലീസുകാർ ഇടപെട്ടതോടെ പ്രതി ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. പ്രതിയെ തിരിച്ചറിഞ്ഞ് അന്വേഷണം ആരംഭിച്ച സമയത്ത് കസബ പോലീസ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് മേട്ടുപ്പാളയം കാരമട സ്റ്റേഷൻ പരിധിയിൽ 25 പവൻ സ്വർണം കവർന്ന കേസിൽ പ്രതിയെ പിടികൂടിയത്. തെലങ്കാന ബോധ്രായ് ഖോറക്കുണ്ട വാറങ്കൽ സ്വദേശിയാണ് സെട്ടിമണി. കഴിഞ്ഞ മാസം 14-ന് അർദ്ധരാത്രിയാണ് കൽമണ്ഡപത്ത് പൂട്ടിയിട്ട വീടുകൾ കുത്തിത്തുറന്ന് കവർച്ച നടത്തിയത്. ഒരു വീട്ടിൽ നിന്ന് 7.5 ലക്ഷം രൂപയും മറ്റിടങ്ങളിൽ നിന്ന് 25,000 രൂപയും 5,000 രൂപയുമാണ് നഷ്ടമായത്. 7.5 ലക്ഷം കവർന്ന വീട്ടിൽ നിന്ന് സ്വർണം നഷ്ടമായെന്ന് ആദ്യം സംശയിച്ചിരുന്നെങ്കിലും വിനോദയാത്രയിലായിരുന്ന വീട്ടുകാർ തിരിച്ചെത്തി നടത്തിയ പരിശോധനയിൽ സ്വർണം കണ്ടെത്തി. വാതിലുകളും അലമാരകളും മറ്റും കുത്തിപ്പൊളിച്ചും സാധന സാമഗ്രികൾ നശിപ്പിച്ചും കവർച്ച നടത്തിയ വീടുകളിലെല്ലാം പ്രതി വലിയ നാശനഷ്ടമുണ്ടാക്കിയിരുന്നു. മുഖംമൂടി ധരിച്ച് മാരകായുധങ്ങളുമായെത്തിയാണ് കവർച്ച നടത്തിയത്. ആഴ്ചകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പ്രതിയിലേക്ക് കസബ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം എത്തിയത്. ഇയാളുടെ പേരിൽ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലായി 70-ലധികം കവർച്ചാ കേസുകളുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടത്തിൽ നിന്ന് ഒഴിയാൻ ആവശ്യപ്പെട്ട് വ്യാപാരികൾക്ക് നഗരസഭ നോട്ടീസ്. കെട്ടിടം പൊളിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിന് പിറകെയാണ് നഗരസഭ വ്യാപാരികൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വ്യാപാരികൾ 7 ദിവസത്തിനകം സ്വമേധയാ ഒഴിയണമെന്നാണ് നഗരസഭയുടെ നിർദ്ദേശം. അല്ലാത്തപക്ഷം നഗരസഭയുടെ നേതൃത്വത്തിൽ കെട്ടിടം നേരിട്ട് പൊളിച്ചു നീക്കാനാണ് ലക്ഷ്യം. പാലക്കാട് കുളപ്പുള്ളി പ്രധാന പാതയോരത്തെ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സംഘം പരിശോധന നടത്തിയാണ് നഗരസഭയ്ക്ക് റിപ്പോർട്ട് നൽകിയിരുന്നത്.
ബലക്ഷയത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് പിന്നാലെ നഗരസഭാ കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. തുടർന്ന് 15 ദിവസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾക്ക് നോട്ടീസ് നൽകി. ഇതിനെതിരെ 17 കടമുറി ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. ബലക്ഷയം സംബന്ധിച്ച് വിദഗ്ധ സംഘം പരിശോധന നടത്തണമെന്നായിരുന്നു ആവശ്യം. വാദം കേട്ട കോടതി തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് വാദം കേൾക്കാനും ഉചിതമായ തീരുമാനമെടുക്കാനും നിർദ്ദേശിച്ചു. പ്രിൻസിപ്പൽ സെക്രട്ടറി വിശദമായി വാദം കേട്ട ശേഷമാണ് കെട്ടിടം പൊളിക്കാൻ അനുമതി നൽകിയത്. ഇതിനു പിന്നാലെയാണ് 7 ദിവസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് നഗരസഭ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കടമുറിയുടെ താക്കോൽ കൈമാറണമെന്നും വാടക കുടിശ്ശികയുണ്ടെങ്കിൽ അത് അടച്ചു തീർക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. കെട്ടിടം പൊളിച്ച ശേഷം ഈ ഭാഗം നവീകരിച്ച് ഒറ്റപ്പാലത്തിന്റെ നഗരചത്തുരമുണ്ടാക്കാനാണ് പദ്ധതിയെന്നും പട്ടണം നവീകരിക്കാൻ ബജറ്റിലും പ്രത്യേക തുക വകയിരുത്തിയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ കെ ജാനകി ദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ അറിയിച്ചു. കോടതിയുടെ ഉത്തരവും സർക്കാരിൻ്റെ ഉത്തരവും പരാമർശിച്ചുകൊണ്ട് നഗരസഭ എല്ലാ വ്യാപാരികൾക്കും കത്ത് നൽകിയിട്ടുണ്ട്. 7 ദിവസത്തിനകം ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട്. വ്യാപാരികൾ ഒഴിഞ്ഞു പോകുന്ന മുറയ്ക്ക് മറ്റ് നടപടികൾ ആരംഭിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഉപേക്ഷിച്ച നിലയിലാണ് 3.5 കിലോഗ്രാമിലേറെ കഞ്ചാവ് കണ്ടെത്തിയത്. സീറ്റിനടിയിൽ കണ്ട കറുത്ത ബാഗ് സംശയം തോന്നി റെയിൽവേ പോലീസ് പരിശോധിക്കുകയായിരുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം വൻതോതിൽ കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവും സംഘവും നടത്തിയ പരിശോധനയ്ക്കിടെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30-ക്കാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 7-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ തിരുവനന്തപുരം ശ്രീ ഗംഗാനഗർ എക്സ്പ്രസിൽ കഞ്ചാവ് കണ്ടെത്തിയത്. ട്രെയിനിൽ പരിശോധനയുണ്ടെന്നറിഞ്ഞ പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാവാമെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു പറഞ്ഞു. ഇന്നിവിടെ ഉച്ചയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ മംഗലാപുരത്ത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഗംഗാനഗർ തീവണ്ടിയിൽ ബാക്കിലെ ജനറൽ കോച്ചിന്റെ മുൻഭാഗത്ത് നിന്ന് ഏകദേശം 3.5 കിലോയോളം 3,700 തൂക്കമുള്ള കഞ്ചാവ് കണ്ടെടുക്കാൻ പറ്റി. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന ഉണ്ടാകുന്നതാണ്. കുറച്ചെങ്കിലും സമൂഹത്തിൽ എത്തുന്നത് തടയണ വരെ ഞങ്ങൾ ശ്രമിക്കും. SI CV ഹരിദാസ്, ഗോകുൽദാസ്, ശ്യാം, സ്പെഷ്യൽ ബ്രാഞ്ച് ASI സുരേഷ്, SVPO ശശിനാരായണൻ, അനൂപ് എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. +1 അധികം സ്ഥിരം ബാച്ചുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രക്ഷോഭയാത്രയ്ക്ക് പത്തിരിപ്പാലയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാബിർ പുലാപ്പിറ്റ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ വി കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പിലാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയെ ആസ്പദമാക്കി വിദ്യാർത്ഥികൾ തെരുവു നാടകവും അവതരിപ്പിച്ചു. പാലക്കാട്, കൊടുവായൂർ, ആലത്തൂർ, വടക്കാഞ്ചേരി, ഒറ്റപ്പാലം, പത്തിരിപ്പാല എന്നിവിടങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള അവകാശ പ്രക്ഷോഭയാത്ര വ്യാഴാഴ്ച തൃത്താല, പട്ടാമ്പി, വല്ലപ്പുഴ, ചെർപ്പുളശ്ശേരി, മണ്ണാർക്കാട് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം അലനല്ലൂരിൽ സമാപിക്കും. പത്തിരിപ്പാലയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ആബിദ് വല്ലപ്പുഴ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സുൽഫിക്കർ, ഷംസുദ്ദീൻ മാങ്കുറിശി, ബിലാൽ എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ കോളേജുകൾ, സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തും തെക്കൻ ജില്ലകളിലുമാണ്. മറിച്ച് നമുക്കറിയാം നമ്മുടെ ജില്ലയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയും അല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്കൊക്കെ ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആളുകൾ പാഞ്ഞെത്തേണ്ട ഒരു അവസ്ഥയാണുള്ളത്. നമുക്കറിയാം KSRTC ബസ്സിന്റെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു KSRTC ബസ് നിരത്തിലിറക്കുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്യുക ആദ്യം ആ KSRTC ബസ് തിരുവനന്തപുരത്തെ റോഡുകളിൽ ഓടിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. റെയിൽവേ ട്രാക്കിനരികിൽ സ്ഥാപിക്കാൻ പോകുന്ന സുരക്ഷാ വേലി വഴിമുടക്കുമെന്ന ആശങ്കയിലാണ് വാണിയംകുളം, ചോറോട്ടൂർ, വെള്ളിയാട് പ്രദേശത്തെ 100ഓളം കുടുംബങ്ങൾ. യാത്രാ പ്രതിസന്ധിക്കൊപ്പം പ്രദേശത്തെ കൃഷിക്കും സുരക്ഷാ വേലി തിരിച്ചടിയാകും.
തീവണ്ടികളുടെ വേഗത വർദ്ധിപ്പിക്കാനും ഒപ്പം സുരക്ഷ ഉറപ്പുവരുത്താനും വേണ്ടിയാണ് ഈ ഭാഗത്ത് സുരക്ഷാവേലികൾ സ്ഥാപിക്കുന്നത്. എന്നാൽ റെയിൽവേ പാളങ്ങൾക്കപ്പുറം താമസിക്കുന്ന 100ഓളം കുടുംബങ്ങളുടെ വഴിമുടക്കുമെന്ന ആശങ്ക ശക്തമായിട്ടുണ്ട്. വാണിയംകുളം പഞ്ചായത്തിലെ ചോറോട്ടൂർ വെള്ളിയാട് നിവാസികൾ വലിയ ആശങ്കയിലാണ്. ഏക്കർ കണക്കിന് കൃഷിഭൂമികളും 75ഓളം വീടുകളുമുള്ള ചോറോട്ടൂരിലെ തെക്കുമുറി ഭാഗത്ത് എത്തിപ്പെടണമെങ്കിൽ ട്രാക്ക് മുറിച്ചു കിടക്കണം, അല്ലെങ്കിൽ ട്രാക്കിനടിയിലൂടെയുള്ള ഇടുങ്ങിയ അടിപ്പാതയെ ആശ്രയിക്കണം. വെള്ളിയാട് ട്രാക്കിനപ്പുറത്ത് 15ഓളം വീടുകളുണ്ട്. 2000ഓളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പമ്പ് ഹൗസിൽ എത്തിപ്പെടാനും മറ്റു വഴികളില്ല. ഏക്കർ കണക്കിന് കൃഷിഭൂമിയും റെയിൽവേ ട്രാക്കിന് മറുപുറത്താണ്. കാർഷിക ആവശ്യങ്ങൾക്കായി വാഹനങ്ങൾ മറുപുറത്തെത്തിക്കാൻ കാലാകാലങ്ങളായി ഈ അടിപ്പാതയെയാണ് പ്രദേശവാസികൾ ആശ്രയിക്കുന്നത്. സുരക്ഷാവേലി സ്ഥാപിച്ചാൽ ഈ അടിപ്പാതയിലൂടെയുള്ള സഞ്ചാരം കൂടി തടസ്സപ്പെടുമെന്ന ആശങ്കയിലാണിവർ. ഈ സാഹചര്യത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് റെയിൽവേ DRM ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കരയിൽ തകർന്ന മഞ്ഞക്കര റോഡ് CPM പ്രവർത്തകർ ശ്രമദാനത്തിലൂടെ ഗതാഗതയോഗ്യമാക്കി. ജൽജീവൻ മിഷൻ പൈപ്പിടാനായി മാസങ്ങൾക്ക് മുൻപ് റോഡ് വെട്ടിപ്പൊളിച്ചിരുന്നു. ഇതുമൂലം റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമായിരുന്നു. വെട്ടിപ്പൊളിച്ച ചാലുകൾ ആഴം വന്നതോടെ വാഹനയാത്രയും ദുരിതമായി. ഇതേ തുടർന്നാണ് CPM പ്രവർത്തകർ റോഡിലെ ചാലുകൾ കോൺക്രീറ്റിട്ട് സഞ്ചാരയോഗ്യമാക്കിയത്. കരാറിൽ ചാലുകൾ നേരാക്കണമെന്ന തീരുമാനം ഉണ്ടായിരുന്നെന്നും കരാറുകാരൻ നടപ്പാക്കിയില്ലെന്നും CPM നേതാക്കൾ ആരോപിച്ചു. CPM ലോക്കൽ കമ്മിറ്റി അംഗം CK ചെന്താമരാശൻ, ബ്രാഞ്ച് സെക്രട്ടറി KK സുധാകരൻ, വാർഡ് മെമ്പർ EP സുരേഷ്, MV ദേവദാസ്, EC ഉണ്ണികൃഷ്ണൻ, CR ഉണ്ണികൃഷ്ണൻ, CR രാജൻ, ER സന്തോഷ്, KA വിജയകുമാർ, MA മോഹൻദാസ്, ശ്രീനി, ശശി അനുഗ്രഹ, CK വിജയൻ, സുനീഷ്, രാകേഷ്, അജയ്, MS മോഹൻദാസ്, ശശി കല്ലിങ്കൽ, P സുജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. മഞ്ഞക്കര 9-ാം വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ മഞ്ഞക്കര റോഡ് കുടിവെള്ള പദ്ധതിയായിട്ടുള്ള ജലജീവൻ മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പൈപ്പുകൾ സ്ഥാപിക്കുമ്പോൾ വന്നിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള ചാലുകൾ ബന്ധപ്പെട്ട കരാറുകാരും പഞ്ചായത്ത് ഭരണസമിതിയും യഥാസമയത്ത് ചാലുകൾ കോൺക്രീറ്റ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഈ റോഡ് ഇന്ന് പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുന്ന സ്ഥിതിയാണ്. ഏതാണ്ട് ഈ റോഡ് 1.25 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഈ റോഡിൽ ഏതാണ്ട് 10-80ഓളം ചാലുകളാണ് ഈ റോഡിനെ ക്രോസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇരുചക്ര വാഹനക്കാർക്കും സാധാരണ ജനങ്ങൾക്കുമെല്ലാം തന്നെ വാഹനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വാഹനത്തിന് കേടുപാടുകൾ പറ്റുന്നു. ആളുകൾക്ക് ഇടുക്കുവേദനയും തണ്ടലുവേദനയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അസുഖങ്ങൾ വരെ വരുന്ന സ്ഥിതിവിശേഷമാണ് ഇതുണ്ടായത്. യഥാസമയത്ത് കരാറുകാരെ കൊണ്ട് ഭരണസമിതി ഇത് കൃത്യമായിട്ട് പണി പൂർത്തീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ലോക വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സാമൂഹ്യ നീതി വകുപ്പിന്റെ സഹകരണത്തോടെ പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടി. ജൂൺ 15 ലോക വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനത്തോടനുബന്ധിച്ച് മുതിർന്ന പൗരന്മാരോടുള്ള അവഗണനയ്ക്കെതിരായ ബോധവൽക്കരണ ആചരണത്തിന്റെ ഭാഗമായാണ് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ K മുണ്ടായ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം K പരമേശ്വരൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ പ്രധാനാധ്യാപിക V ശ്രീകല അധ്യക്ഷയായിരുന്നു. PTA പ്രസിഡന്റ് K രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പൊതുപ്രവർത്തകൻ K സേതുമാധവൻ, അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി TC രാമൻ എന്നിവർ പ്രസംഗിച്ചു. അവർക്ക് ഞങ്ങൾ നിങ്ങളെ പരിരക്ഷിച്ചു കൊള്ളാം, നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ജീവിതാവസാനം മുഴുവനും ഉണ്ടാകുമെന്ന് അവരെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് എഴുതി വാങ്ങിച്ചിട്ട് അവസാനം എന്താ ശരിയറിയോ, ഈ മക്കളും മറ്റുള്ള മരുമക്കളും കുടുംബക്കാരും ഒക്കെ അവരെ നിർദാക്ഷിണ്യം അവരെ പുറന്തള്ളുന്നു, ഉപേക്ഷിക്കുന്നു. എന്തിന്റെ പേരില്? സമയമില്ല, അല്ലെങ്കിൽ വയസ്സായി, തള്ളയായി, തന്തയായി, അല്ലേ? ഞങ്ങൾക്കൊക്കെ ഒരു പേരുണ്ട്, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഒറ്റപ്പെട്ടു കഴിയുന്ന മുതിർന്ന പൗരന്മാർക്ക് കൈത്താങ്ങായി നിൽക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ അസോസിയേഷൻ ഭാരവാഹികൾ വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന പാതയിലെ തണൽ മരം നശിപ്പിച്ച നടപടിക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. മങ്കര കണ്ണം പരിയാരത്തിന് സമീപത്തെ പാതയോരത്തെ തണൽ മരമാണ് സ്വകാര്യ വ്യക്തി JCB ഉപയോഗിച്ച് പിഴുതുമാറ്റിയത്. അന്തരിച്ച കല്ലൂർ ബാലൻ വർഷങ്ങൾക്ക് മുൻപ് നട്ടുപിടിപ്പിച്ച മരമാണിത്. സമീപത്ത് നഴ്സറി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നഴ്സറി ഉടമ
ഇവ JCB ഉപയോഗിച്ച് പിഴുതെടുത്ത് മാറ്റിയത്. സംഭവമറിഞ്ഞ മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പൊതുമരാമത്ത് വകുപ്പിന് നൽകിയ പരാതിയെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ തന്നെ പാലക്കാട് റോഡ് വിഭാഗം ഓവർസിയർ അനിലയും സ്ഥലത്തെത്തി. നഴ്സറി ഉടമയെ വിളിച്ചുവരുത്തി. സംഭവമറിഞ്ഞ് രാവിലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകരും ജനപ്രതിനിധികളും സ്ഥലത്ത് പ്രതിഷേധവുമായി എത്തിയിരുന്നു. മങ്കര പോലീസും സ്ഥലത്തെത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ നിന്നല്ല, സംസ്ഥാനത്തെ പല ഭാഗത്തും പാതയോരങ്ങളിൽ മൺമറഞ്ഞു പോയ ബാലേട്ടൻ ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിയോഗം അത് തീരാ നഷ്ടമാണ് ഈ പ്രകൃതി സ്നേഹികൾക്ക് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം കണ്ണമ്പരിയാരത്ത് PWDയുടെ പാതയുടെ ഓരത്തുള്ള മരങ്ങൾ അതിൻ്റെ തൊട്ട് കിടക്കുന്ന സ്ഥലത്തുള്ള ആളുകൾ മണ്ണ് നീക്കം ചെയ്യുകയും ഒപ്പം ആ മരം പുഴക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നലെ തന്നെ അറിയാനായിട്ട് കഴിഞ്ഞു. അപ്പം തീർച്ചയായിട്ടും അപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കലക്ടറെയും RDOനെയും PWDയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് അതിൻ്റെ ഓവർസിയർ വന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് നൽകും. തുടർ നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാകും. പഞ്ചായത്ത് അംഗം MV രമേശ് അധ്യക്ഷത വഹിച്ചു. സ്ഥലത്തെത്തിയ മണ്ണാർക്കാട് സ്വദേശിയായ നഴ്സറി ഉടമയുമായി നടത്തിയ ചർച്ചയിൽ വെട്ടിമാറ്റിയ മരത്തിന്റെ വില കണക്കാക്കി പിഴ ഈടാക്കാൻ തീരുമാനമായി. നശിപ്പിച്ച വൃക്ഷത്തിനു പകരം പുതിയ ഒരു മരം വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകരായ AB രതീഷ്, VP പ്രേംരാജ്, രാമൻ മങ്കര, സുഭാഷ് മങ്കര, KK റഹ്മാൻ, ശംസുദ്ദീൻ മാങ്കുറിശി, AV രവി, സജീവ്, അപ്പുക്കുട്ടൻ കല്ലൂർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാങ്കുറിശി ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ പ്രവൃത്തികൾ തുടരുന്നു. ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ ഉത്തരം വെപ്പ് ചടങ്ങ് ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ നടന്നു. തന്ത്രി പനാവൂർ നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. 1 വർഷം മുൻപാണ് ക്ഷേത്രം നവീകരണം തുടങ്ങിയത്. ഏകദേശം 2 കോടി രൂപ ചെലവിലാണ് നിർമ്മാണങ്ങൾ നടക്കുന്നത്. ആദ്യഘട്ടം മഹാദേവന്റെ ശ്രീകോവിൽ ചെമ്പ് പുതിയൽ പൂർത്തീകരിച്ചു. 2ാം ഘട്ടത്തിൽ ശ്രീധർമ്മശാസ്താവിന്റെ ശ്രീകോവിൽ നവീകരണം പൂർത്തീകരിച്ചു. 3ാം ഘട്ടത്തിൽ നാലമ്പലത്തിനകത്തെ നാഗദൈവങ്ങളെ ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നാഗത്തറ നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തി. നിർമ്മാണ പ്രവൃത്തികൾ 1 വർഷത്തിനകം പൂർത്തീകരിച്ച് കലശം നടത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് നവീകരണ കമ്മിറ്റി. നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് ഗോവിന്ദനുണ്ണി, സെക്രട്ടറി നന്ദകുമാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ രഘുനാഥ്, ഹരിദാസ് K, P ഹരിദാസ്, രവി കൊട്ടാരത്തൊടി, ഉണ്ണികൃഷ്ണൻ KM, സുരേഷ് ബാബു, ചന്ദ്രമോഹനൻ, N അച്യുതൻകുട്ടി എന്നിവർ പങ്കെടുത്തു. ജീർണിച്ചു കിടന്നിരുന്ന ഭഗവതിയുടെ ശ്രീകോവിൽ മേൽപ്പുര നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുക. മരത്താൽ നിർമ്മിച്ച് ചെമ്പോല പതിഞ്ഞ് ശ്രീകോവിൽ പുതുക്കിപ്പണിയുക എന്ന കമ്മിറ്റിയുടെ ഉദ്ദേശലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഉത്തരമെടുപ്പ് നടന്നിരിക്കുകയാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മഹനീയ കാർമ്മികത്വത്തിൽ ആ ചടങ്ങ് അതിവിപുലമായ ഭക്തജനങ്ങളുടെ മുഴുവൻ സഹകരണത്തോട് നടന്നിരിക്കുക. ഈ മാങ്കുറിശി ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ ഏകദേശം 2 കോടി രൂപയോളം ചെലവ് വരുന്ന ബൃഹത് പദ്ധതിക്ക് കഴിഞ്ഞ വർഷമാണ് കമ്മിറ്റി നേതൃത്വം നൽകിയത്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 1ാം ഘട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ സമയബന്ധിതമായി തന്നെ നടത്താൻ കമ്മിറ്റിക്ക് കഴിഞ്ഞു. ശിവന്റെ ശ്രീകോവിൽ നവീകരിച്ച് അയ്യപ്പന്റെ ശ്രീകോവിൽ നവീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സേലം കാക്കപ്പാളയം സോണ മെഡിക്കൽ കോളേജ് ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെ സഹകരണത്തോടെ ഹരിത് യോഗ പരിപാടി സംഘടിപ്പിച്ചു. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. യോഗാഭ്യാസത്തെ പരിസ്ഥിതി സുസ്ഥിരതയുമായി സംയോജിപ്പിക്കുന്ന ആയുഷ് മന്ത്രാലയത്തിൻ്റെ സംരംഭമാണ് ഹരിത് യോഗ. 167 വർഷം പഴക്കമുള്ള ബ്രിട്ടീഷ് ബംഗ്ലാവിന്റെയും 33 ഏക്കർ വിസ്തൃതിയുള്ള വസന്തം എസ്റ്റേറ്റിന്റെയും ചരിത്രപരമായ അന്തരീക്ഷത്തിലാണ് ഹരിത് യോഗ പരിപാടി സംഘടിപ്പിച്ചത്. പ്രകൃതി നടത്തമെന്ന പരിപാടിയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു. യോർക്കാട് പഞ്ചായത്ത് യൂണിയൻ കമ്മീഷണർ V ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. സോണ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വൈസ് ചെയർമാൻ ത്യാഗു വലിയപ്പ അധ്യക്ഷത വഹിച്ചു. ഏർക്കാട് പോലീസ് ഇൻസ്പെക്ടർ ആന്റണി മൈക്കിൾ മുഖ്യാതിഥിയായിരുന്നു. ജനറൽ മാനേജർ വാസന്തി ബാലമുരുകൻ, സോണ CMO ഡോക്ടർ ദിനേശ് കർത്ത, സോണ ആയുഷ് ഗ്രാമം CMO ഡോക്ടർ സന്ദീപ് ചുഞ്ചു തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത പ്രകൃതി ചികിത്സാ യോഗ ഡോക്ടർമാരായ ഡോക്ടർ ഭുവനേശ്വർ, ഡോക്ടർ ആകാശ് പ്രഭു, ഡോക്ടർ അരുൺ, ഡോക്ടർ രൂപേഷ്, ഡോക്ടർ രേഷ്മ, ഡോക്ടർ വിഘ്നേഷ് എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒലവക്കോട് ശൗചാലയത്തിനായി നിർമ്മിച്ച കുഴിയിൽ വീണ പശുവിന് രക്ഷകരായി പാലക്കാട് അഗ്നിശമന സേന.
ഒലവക്കോട് കാവിൽപ്പാടിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ ശുചിമുറി മാലിന്യം തള്ളാൻ കുഴിച്ച കുഴിയിലാണ് പശു വീണത്. പശുവിൻ്റെ നിലവിളി കേട്ട് സമീപവാസികൾ അഗ്നിശമന സേനയെ വിവരമറിയിക്കുകയായിരുന്നു. ഏറെ പരിശ്രമിച്ചാണ് സ്ഥലത്തെത്തിയ അഗ്നിശമന സേന അംഗങ്ങൾ പശുവിനെ പുറത്തെടുത്തത്. ആറ്റൂർ അറഫ സ്കൂളിൽ KG വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശനോത്സവം നടന്നു. ലുമിനറീസ് എന്ന നാമകരണത്തിൽ നടന്ന ചടങ്ങ് വടക്കാഞ്ചേരി ജോയിന്റ് RTO അഫ്സൽ അലി ഉദ്ഘാടനം ചെയ്തു. അറഫ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ K സന്തോഷ് കുമാർ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പൊട്ടെന്ന് പറയാൻ പറ്റില്ല സൂക്ഷിച്ച് പ്രയോഗിച്ചില്ലെങ്കിൽ. അതറിയണമെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മൊബൈൽ ഫോൺ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. നിങ്ങളുടെ മക്കൾ എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായി നോക്കണം. ഇവിടെ മുഴുവൻ ലേഡീസാണ് വന്നിരിക്കുന്നത്. ബാക്കി മുഴുവൻ എവിടെയാണ്? ഗൾഫിലാണ് അല്ലേ? അച്ഛനൊക്കെ ഗൾഫിലായിരിക്കും, ബാക്കി മുഴുവൻ ലേഡീസാണ്. ഇതാണ് പ്രശ്നം. അപ്പോൾ അനാവശ്യമായിട്ട് നിങ്ങൾ ഒരു സാധനം നിങ്ങൾ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത്. നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടൂ. അത് മാത്രം അവർ ചോദിക്കാൻ പാടും. അത് മാത്രമേ അവർ ആഗ്രഹിക്കാനും പാടും. വേറെ ഒന്നും നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കരുത്. ട്രഷറർ PM അബ്ദുൽ ലത്തീഫ്, ജോയിന്റ് സെക്രട്ടറി MV സുലൈമാൻ, അഡ്മിനിസ്ട്രേറ്റർ റഷീദ് ഫൈസി, സൂപ്പർവൈസർ ഷീബ അസീസ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ വസന്ത മാധവൻ സ്വാഗതവും KG സ്പെഷ്യൽ ഓഫീസർ നിജമ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാറ്റൊലി ഹൈസ്കൂൾ വിഭാഗത്തിൽ വെള്ളി ഒഴികെയുള്ള ദിവസങ്ങളിൽ ക്ലാസ് സമയം അരമണിക്കൂർ കൂട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നു. രാവിലെയും വൈകിട്ടും 15 മിനിറ്റ് വീതം കൂട്ടിയതോടെ 9:45 മുതൽ 4:15 വരെയായിരിക്കും ക്ലാസ് സമയം. ഈ പരിഷ്കാരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമെന്ത്? മാറ്റൊലിയിലേക്ക്. വിദ്യാഭ്യാസ സമയം കൂട്ടിയത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം ഇപ്പോൾ പ്രവർത്തനാധിഷ്ഠിതമാണ്. പ്രവർത്തനങ്ങളിലൂടെ പഠിക്കുകയാണ്. കുട്ടികൾ സമയം ഒരുപാട് വേണം. അതിൻ്റെ ഭാഗമായി രാവിലെയും വൈകുന്നേരം അല്പം സമയം കൂട്ടിയത് കുട്ടികൾക്ക് നല്ലതാണ്. അവർക്കൊന്നുകൂടി ആശ്വാസത്തോടെ പഠിക്കാൻ കഴിയും. ആ സമയം കൂട്ടി തന്നെ സ്വാഗതം ചെയ്യുന്നു. മാറ്റൊലി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജുവൽ ഹട്ട്, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഷൊർണൂർ നഗരസഭ കൗൺസിൽ യോഗം ബഹളത്തിൽ പിരിഞ്ഞു. വാക്കുതർക്കമുണ്ടായത് കുളപ്പുള്ളി തൃപ്പുറ്റ അറവുശാല മാലിന്യ വിഷയത്തിൽ. തൃപ്പുറ്റ പാടത്ത് തള്ളിയ മാലിന്യങ്ങൾ നഗരസഭാ സെക്രട്ടറിയുടെ മുറിയിലെത്തിച്ച BJP നടപടിയെ ചോദ്യം ചെയ്ത് നഗരസഭാ ചെയർമാൻ. നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരായ പ്രതിഷേധമെന്ന് BJP കൗൺസിലർമാർ. ബഹളത്തെ തുടർന്ന് മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യാനായില്ല. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടത്തിൽ നിന്ന് ഒഴിയാൻ ആവശ്യപ്പെട്ട് വ്യാപാരികൾക്ക് നഗരസഭയുടെ നോട്ടീസ്. നടപടി തകർച്ചാ ഭീഷണി നേരിടുന്ന കെട്ടിടം പൊളിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിനു പിറകെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതോടെ നഗര ചത്വരം പദ്ധതിയിലേക്ക് കടക്കുമെന്ന് നഗരസഭാ അധികൃതർ. റെയിൽവേ സുരക്ഷാവേലി വഴിമുടക്കുമെന്ന ആശങ്കയിൽ വാണിയംകുളം ചോറോട്ടൂർ വെള്ളിയാട് പ്രദേശത്തെ കുടുംബങ്ങൾ. റെയിൽവേ ഉന്നതാധികാരികൾക്ക് നാട്ടുകാർ നിവേദനം നൽകി. യാത്രാ പ്രതിസന്ധിക്ക് പുറമെ പ്രദേശത്തെ കൃഷിക്കും സുരക്ഷാവേലി തിരിച്ചടിയാകും. പാലക്കാട് കൽമണ്ഡപം പ്രതിഭാനഗർ കോളനിയിലെ 3 വീടുകളിൽ നിന്ന് 8 ലക്ഷത്തോളം രൂപ കവർന്ന കേസിൽ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കസബ പോലീസ് സ്ഥലത്തെത്തിച്ചത് കുപ്രസിദ്ധ മോഷ്ടാവ് തെലങ്കാന സ്വദേശി മണിമാരനെ. തെളിവെടുപ്പിനിടെ പോലീസിന്റെ തോക്ക് തട്ടിയെടുക്കാൻ പ്രതിയുടെ ശ്രമം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ട്രെയിനിൽ 3.5 കിലോയിലേറെ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പരിശോധന കണ്ട് പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാകാമെന്ന് റെയിൽവേ പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.